നമസ്കാരം. ഏഷണികൂട്ടും നാരദൻ എന്നൊരു ദൂഷണമുണ്ട് നമുക്കിഹ പണ്ടേ. കാരാട്ട് അച്യുതമേനോൻ എഴുതിയ അമ്മായി പഞ്ചതന്ത്രത്തിൽ പറയുന്ന നാലാം തന്ത്രമായ നാരദക്രിയയിലെ വരികളാണിത്. അമ്മായി പഞ്ചതന്ത്രത്തിലെ അമ്മായിയെപ്പോലെ മന്ത്രയുടെ വേഷം കെട്ടി കുറേ അമ്മായിമാർ ഇറങ്ങിയിട്ടുണ്ട്. സദാചാരക്കുമ്മിയും സ്ത്രീ സംരക്ഷണവുമായിട്ടാണ് അവരുടെ വരവ്. നിങ്ങൾക്ക് നാണമില്ലേ ഇങ്ങനെ മലർന്നു കിടന്ന് തുപ്പാനും കമിഴ്ന്നു കിടന്ന് മണ്ണ് കപ്പാനുമെന്ന് ചോദിച്ചു പോകും ഇതൊക്കെ കേൾക്കുമ്പോൾ. മതം പൊട്ടി നിൽക്കുന്ന സ്വന്തം സഖാക്കൾ കണ്ടിടം കയറാനും പെണ്ണു പിടിക്കാനും ചുറ്റാനും ചാറ്റാനും സൊള്ളാനും പാർട്ടിക്ക് നാണക്കേടുണ്ടാക്കാനും ഇറങ്ങിത്തിരിച്ചപ്പോൾ ഈ മാർക്സ്യൻ ആൻറ്റിമാരൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. യാതൊരു ഉളുപ്പും നാണവുമില്ലാതെ ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ് ഈ കുനിഷ്ടത്തികൾ. ഇന്ന് കേട്ടതിലേറെ മികച്ചത് എന്ന് തോന്നിയ ഒരു സദാചാര കുമ്മി ഇതാ. അതും ഇതും തമ്മിൽ താരതമ്യം ചെയ്യരുതത്രേ. അതും ഇതും തമ്മിൽ താരതമ്യപ്പെടുത്തുന്നതാണ് മാധ്യമങ്ങൾ. അങ്ങനെ താരതമ്യപ്പെടുത്താൻ മാധ്യമങ്ങൾ ശ്രമിക്കരുത്. ഇക്കാര്യത്തിൽ ഇതിനു മുൻപ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും ഒരു നിയമസഭാ സാമാജികന് അല്ലെങ്കിൽ പാർലമെന്റേറിയനെ നേരിടേണ്ടി വന്നിട്ടില്ലാത്ത വിധത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇതിനു മുൻപ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. എൻ്റെ അനുഭവത്തിൽ ഇങ്ങനെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. നമ്മളെപ്പോഴും പെൺകുട്ടിയുടെ ഭാഗത്ത് തന്നെയാണ്. ഒരു പെൺകുട്ടി തനിക്ക് മാനഹാനി ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ അവൾ ഒരിക്കലും അങ്ങനെ കള്ളത്തരം പറയാൻ സാധ്യതയില്ല എന്ന് കരുതുന്നവരാണ് ഞങ്ങളെല്ലാവരും. കാരണം പക്ഷേ ഞങ്ങളുടെ സഖാക്കൾക്കെതിരെ ഒരു പെൺകുട്ടി പറഞ്ഞാൽ ഞങ്ങൾ പറയും അവളെ വിശ്വസിക്കരുതെന്ന്. അവിടെ പെണ്ണിൻ്റെ മാനത്തിന് യാതൊരു വിലയുമില്ല. 51 അകലക്കളഞ്ഞേച്ച് 65 സുഖിക്കാമിടോ എന്ന് എഴുത്തച്ഛൻ പാടിയ പോലെ മൂത്ത് മുക്രായിടുന്ന കാലത്തും പച്ചപ്പൂവാലനായി നടിച്ച് പെണ്ണുങ്ങളെ വശീകരിക്കാനിറങ്ങിയ സ്വന്തം പാർട്ടിയിലെ നാറ്റക്കഥകൾ അപ്പാടെ മറക്കുന്ന ഈ അവസരവാദ അംബ്ലേഷ്യ ഉണ്ടല്ലോ, ശ്രീമതി ടീച്ചർക്ക് അതത്ര നല്ലതല്ല. നിങ്ങളുടെ സ്ത്രീ സുരക്ഷയെപ്പറ്റിയുള്ള വേവലാതിയൊക്കെ ഞങ്ങൾ കേൾക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. രാഷ്ട്രീയത്തിൽ യാതൊരു സത്യസന്ധതയും സദാചാരശുദ്ധിയും ധാർമ്മികതയും അവകാശപ്പെടാനില്ലാത്ത ഒരു മൂത്ത കമ്മിണി മാത്രമാണ് നിങ്ങൾ. പഴന്തുണി കുപ്പയിലിടാം, പോയ കാലത്തെ മറക്കാം, പക്ഷേ ജനങ്ങളതെല്ലാം മറക്കണമെന്നില്ല. രാഹുൽ മാങ്കൂട്ടം പെണ്ണുങ്ങളോട് ചാറ്റിയതിന് വടകര MP നല്ല പുള്ളി അല്ല എന്ന് നിങ്ങൾ പറയുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. ഷാഫി മറുപടി പറയണം പോലും. അടയും ചക്കരയും പോലെ നടക്കുന്ന ഒരുപാട് സഖാക്കൾ നിങ്ങളുടെ പാർട്ടിയിലുമുണ്ടല്ലോ. ഒരുത്തൻ ചെയ്യുന്ന തെമ്മാടിത്തരത്തിന് മറ്റവൻ സമാധാനം പറയണമെന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും? മക്കൾ ചെയ്ത തെറ്റുകളെപ്പറ്റി പിണറായിക്കും ഗോവിന്ദനും മറുപടി പറയാനില്ല, പിന്നല്ലേ സൗഹൃദം? തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഷാഫിയെയും രാഹുലിനെയും ജയിക്കാൻ ഒരു കാലത്തും ആകില്ലെന്ന് നിങ്ങൾക്കറിയാം. അതിൻ്റെ ഒരു കലിപ്പ് കരഞ്ഞു തീർക്കലേ മാർഗമുള്ളൂ. രാഹുൽ ആഭാസനാണെന്ന് പുറം ലോകം അറിഞ്ഞത് കമ്മികളായ നിങ്ങളുടെ സ്വന്തക്കാർ പുറത്തു പറഞ്ഞപ്പോൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇന്നലെ വരെ ഉണ്ടായിരുന്ന ഈ വിഷയത്തിലെ നിലപാട് ഒന്ന് മാറ്റുകയാണ്. അയാൾ യൂത്തിൻ്റെ പ്രസിഡന്റ് ആയപ്പോഴും പിണറായിയെ ചാനൽ ചർച്ചകളിൽ കൊന്നുകൊല വിളിച്ചപ്പോഴും പാലക്കാട്ട് അയാൾ ജയിച്ചപ്പോഴും നിങ്ങൾക്ക് സഹിച്ചില്ല. നേതാക്കന്മാരുടെ വരാന്തയിൽ ചത്തുകിടന്ന കോൺഗ്രസിനെയും വാലനക്കം പോലും ഇല്ലാതിരുന്ന യൂത്തന്മാരെയും ഒന്ന് ഉണർത്തിയെടുത്തതും തെരുവിലിറങ്ങാൻ പ്രേരിപ്പിച്ചതും രാഹുൽ എന്ന യുവാവാണ്. അതൊന്നും നിങ്ങൾക്കൊരിക്കലും സഹിക്കുന്ന കാര്യങ്ങളായിരുന്നില്ല. അന്ന് മുതൽ തുടങ്ങിയതാണ് നിങ്ങൾക്ക് അയാളോടുള്ള ശത്രുതയെന്ന് നാട്ടുകാർക്കറിയാം. നിങ്ങളിലെ താത്വികാചാര്യന്മാർ കുമാരപിള്ളയുടെ മാർഗം തിരഞ്ഞെടുത്ത് അന്ന് മുതൽ പതുങ്ങിയിരിക്കുകയായിരുന്നു. അതിന് തഞ്ചത്തിന് ഒരാളെ കാത്തുവെച്ചു. ആ നടി നിങ്ങളുടെ നേതാക്കളുടെ സ്വന്തക്കാരിയാണ്. അടുത്ത സഖാവിൻ്റെ മകളാണ്. രാഷ്ട്രീയത്തിൽ താല്പര്യമുള്ള കുട്ടിയാണ്. രാഹുൽ സമയത്തിന് പെണ്ണ് കെട്ടാത്തതിൻ്റെ ദോഷം കൊണ്ട് ഇവരുടെയൊക്കെ കയ്യിൽ ചെന്നുപെട്ടു. ശൃംഗാര കുഴമ്പനായി. അത് ലോകം കണ്ട മഹാക്രൂരതയും പെണ്ണുപിടിയുമൊക്കെ ആണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളുടെ സഖാക്കളുടെയൊക്കെ കയ്യിലിരിപ്പ് എന്താണെന്ന് മെറ്റയോട് ചോദിച്ചാൽ അറിയാം. മഴക്കോട്ടുമായി കാത്തിരുന്ന കുടംപുളി മാമനെയും താടിവാല ജുബ്ബാച്ചേട്ടനെയും മലർന്നു കിടന്ന് മുലപ്പാൽ കുടിക്കാൻ ഒരുത്തിയെ വിളിച്ച പഴയ സഭാനാഥനെയും നിങ്ങളുടെ മുകേഷിനെയും ശശിമാരെയും നിലയ്ക്ക് നിർത്തിയിട്ട് വാ സദാചാരം പറയാൻ. അല്ലയോ പിണറായി സഖാവേ, ഗോവിന്ദേട്ട, നമുക്ക് സ്ത്രീ സുരക്ഷയും ധാർമ്മികതയുമാണ് വലുത്. നമുക്ക് ഉത്തമ മാതൃകയാകാം. ഈ ആഭാസന്മാരെ പദവികളിൽ നിന്ന് ഇറക്കിവിട് എന്നങ്ങോട്ട് പറയുക. വേണമെങ്കിൽ ആ ശൈലജ ടീച്ചറെ കൂട്ടിന് വിളിച്ചോ. മാതൃവാത്സല്യത്തിൻ്റെ നിറകുടങ്ങളാണല്ലോ രണ്ടുപേരും. നിങ്ങളുടെ പാർട്ടി സകല സ്ത്രീപീഡകരെയും ഇറക്കിവിട്ട് ചാണകവെള്ളം തളിച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് ഒരുമിച്ച് ഇന്ദിരാഭവനിലേക്ക് പോകാം. ദേ, ഞങ്ങൾ വാക്ക് പാലിച്ചു കേട്ടോ. നിങ്ങളും ഇറക്കിവിടൂ ആഭാസന്മാരെ. അതല്ലേ നല്ല മാർഗം. അത് പറ്റില്ലെങ്കിൽ തൂറിയവനും തുമ്മിയവനും അതാതിടം തൂത്ത് വേറെ വല്ല പണിക്കും പോവുക.
രാഷ്ട്രീയ കുലീനതയൊക്കെ CPM-നെ കണ്ടുപിടിച്ചാൽ ഈ ലോകത്തിൻ്റെ അവസ്ഥ എന്താകും? കൊന്നവനെയും കൊല്ലിച്ചവനെയും ജയിലിലേക്ക് യാത്രയാക്കാൻ പോവുക, വാക്കുകൊണ്ടൊരുത്തനെ കാലപുരിക്കയച്ച ഒരു സഖാത്തിയെ ജയിലിൽ നിന്നും ഇറക്കാൻ പോവുക, സഖാക്കളുടെ ഉന്മാദത്തിൻ്റെ തീവ്രത അളക്കാൻ പോവുക, മരുമോളെ മന്ത്രിയുടെ കുശിനിക്കാരിയാക്കി പെൻഷൻ ഉറപ്പിച്ചു കൊടുക്കുക, മകനെ ബന്ധു നിയമനത്തിലൂടെ MD ആക്കുക. ഇതൊക്കെ നമ്മൾ കണ്ടതാണല്ലോ ശ്രീമതിയുടെ രാഷ്ട്രീയം. രാഷ്ട്രീയ സദാചാരം പറഞ്ഞ് പഴയതെല്ലാം മറന്ന് നാട് നന്നാക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. ലോകം കണ്ട ഏറ്റവും വലിയൊരു ക്രൂരതയുടെ കഥ പറയുമ്പോൾ ആ കണ്ണുകൾ നനയുന്നത് ഞങ്ങൾ കാണുന്നുണ്ട് സഖാവേ. 1.5 വർഷം മുമ്പ് മുന്നറിയിപ്പ് കൊടുത്ത് അകറ്റി നിർത്തിയവൻ പിന്നെയും സൊള്ളാനും ചാറ്റാനും ചെന്നപ്പോൾ ഹൃദയവിശാലതയോടെ വീണ്ടും ചാറ്റ് ബോക്സ് തുറന്നു കൊടുക്കുന്ന പാവം നടി. ഒരു പുസ്തകം എഴുതി എഴുത്തുകാരിയായി വിലസുന്ന മറ്റൊരാൾ. പിണറായി വന്നതോടെ ഒറ്റ പുസ്തകം എഴുത്തുകാരൊക്കെ സാംസ്കാരിക നായകരായി വിലസുകയാണ്. പാർട്ടി സൈബറുകളുടെ പ്രവർത്തനം തൃപ്തിയാകാത്തതിനെ തുടർന്ന് പാർട്ടി നിഴൽ സേനയെ ഇറക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും കരുതിയില്ല. നിഴൽ സേനയിലെ പ്രവർത്തകർ പാർട്ടി പ്രവർത്തകർ ആയിരിക്കണമെന്നില്ല, അങ്ങനെയും സൂചനയുണ്ടായിരുന്നു. അങ്ങനെ വന്നാൽ ഒരുമാതിരിപ്പെട്ട കോൺഗ്രസ്സുകാരൊക്കെ ഇനിയും കുടുങ്ങാനാണ് സാധ്യത. കാരണം നിഴൽ സേന ഈ പരിപാടി തുടങ്ങിയിട്ട് വർഷങ്ങളായി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നെറികെട്ട അശ്ലീല കഥകളുമായി വന്നവരൊക്കെ കമ്മികളാണെന്ന് അറിഞ്ഞപ്പോഴാണ് ഇതുവരെ ഉണ്ടായിരുന്ന ചിന്തകളെല്ലാം ഈ വിധം മാറി മറിഞ്ഞത്. ഒരു പെണ്ണുകേസെങ്ങാനും വീണ് കിട്ടുമ്പോൾ ചില അമ്മായിമാർക്ക് എന്തൊരു ഉശിരാണെന്നോ. പാർട്ടിക്കാര്യത്തിൽ ഇവരെ ആരും 7 അയലത്ത് പോലും അടുപ്പിക്കുന്നില്ല. അവർക്ക് ചാനലുകളിലൊന്ന് മുഖം കാണിക്കാൻ കിട്ടുന്ന ഏക അവസരം ഇതൊക്കെയാണ്. കോൺഗ്രസിൽ ഇത്തരം പീഡനങ്ങൾ പതിവാണെന്ന് പറഞ്ഞ പത്മജയെ വേണം സമ്മതിച്ചു കൊടുക്കാൻ. K. കരുണാകരൻ്റെ നേതൃത്വത്തിൽ എത്രയോ കാലം കോൺഗ്രസ് ഇവിടെ പ്രവർത്തിച്ചു. അദ്ദേഹം എത്രയോ കാലം മുഖ്യമന്ത്രിയായിരുന്നു. മുരളീധരൻ എത്രയോ കാലമായി ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നു. പത്മജയും ഏതെങ്കിലും ഒരു ലെവലിൽ എത്താൻ ഈ പാർട്ടിയിൽ ഉണ്ടായിരുന്ന ആളാണ്. അങ്ങനെ ചില പദവികളിൽ എത്തിയതുമാണവർ. അപ്പോൾ സ്വയം മലർന്നു കിടന്ന തുപ്പുകയല്ലേ ഈ പത്മജ വേണുഗോപാലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പഴയതുപോലെ കൊല്ലാനും ചാകാനും ആളെ കിട്ടാതായി. കൊടി കിർമാണികളുടെ കാലം കഴിഞ്ഞാൽ ഈ പാർട്ടി എന്തു ചെയ്യും? കണ്ണൂരിൽ ചില മാഷുമാരുടെ പരിപാടിയും കൊല്ലലായിരുന്നുവെന്ന് സദാനന്ദൻ MPയുടെ വിധി വന്നപ്പോഴാണ് അറിയുന്നത്. അതുകൊണ്ട് ഒന്നേ പറയാനുള്ളൂ, നമുക്ക് രാഷ്ട്രീയം സംശുദ്ധമാക്കണം. അമ്മപെങ്ങന്മാർക്ക് ഇവിടെ കഴിയണം. പെണ്ണുങ്ങൾക്ക് അന്തസ്സോടെ ജീവിക്കണം. അതിനാൽ സകല അധമന്മാരെയും എല്ലാ പാർട്ടിയുടെയും പദവിയിൽ നിന്നും ഭരണത്തിൽ നിന്നും പുറത്താക്കണം. അവർ പുറത്തുപോയി പുതിയൊരു സഹകരണ സംഘമുണ്ടാക്കി ഒന്നിച്ച് പ്രവർത്തിക്കട്ടെ. കോഴിയായിരിക്കട്ടെ അവരുടെ ചിഹ്നം. നീലത്തുണിയിൽ കൊടിക്കൂറ തുന്നണം. കാമദേവ സങ്കീർത്തനങ്ങൾ മുദ്രാവാക്യമാക്കണം. ഒരു പുതിയ പ്രസ്ഥാനമായി അവർ മാറട്ടെ. ഘടകന്മാർ ഇറങ്ങി വരുമെങ്കിൽ കാടുപൂട മന്ത്രിയെയും കാമേഷ് കുമാറിനെയും കൂടെ കൂട്ടണം. അതിൻ്റെ യൂത്ത് വിഭാഗത്തെ മാങ്കൂട്ടം നയിക്കട്ടെ. തീവ്രത അളക്കാനും ടെക്നീഷ്യന്മാരുടെ ഒഴിവ് വന്നാൽ ഉടൻ നികത്തട്ടെ. മുൻപരിചയമുള്ളവർക്ക് മുൻഗണന നൽകണം. ദേശീയ തലത്തിൽ പ്രവർത്തിക്കാൻ BJPയിലെ ചിലരാണ് ഏറ്റവും ബെസ്റ്റ്.